സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുതിയൊരു അവസരം ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട്. വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SSC ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങൾ വരുന്ന ഒരു മാസമാണ് നമ്മുടെ ജൂൺ മാസം എന്ന്. ഒരുപാടധികം അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി, എല്ലാ കാര്യങ്ങളും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ SSCൻ്റെ കലണ്ടർ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 8th നമ്പറിലുള്ളത്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2025. അതിൻ്റെ CBE, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പേപ്പർ 1. ഇതെന്ന് പറയുന്നത് നമ്മുടെ BSF, CRPF, CISF, അതുപോലെ തന്നെ SSB, ITBP, അങ്ങനെ നിരവധി അധികം സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് വിളിക്കുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 16 ജൂൺ 2025 ഉടനടി തുടങ്ങുകയാണ്. 7 ജൂലൈ 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. യൂണിഫോം ജോലിയാണ് ഇതെന്ന് പറയുന്നത്. കേരളത്തിൽ ഇതിന്റെ എക്സാം സെന്റർ ഉണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ ഇതിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. 1 സെപ്റ്റംബർ മുതൽ ഏകദേശം 6 സെപ്റ്റംബർ 2025 വരെ. ഇതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് കേരളത്തിൽ വെച്ച് ഇതിൻ്റെ പരീക്ഷ നടക്കുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് SSC സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് ഏകദേശം 20 to 25 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിന്ന് SC STക്ക് 5 വർഷം, OBCക്ക് 3 വർഷത്തേക്ക് പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം വിവിധങ്ങളായിട്ടുള്ള സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക്, അതുപോലെ തന്നെ ഡൽഹി പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ആവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ചൊക്കെ ഇതിന് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ SSC GD കോൺസ്റ്റബിൾ കൊടുക്കുന്നത് പോലെ ഒരുപാടധികം പോസ്റ്റുകൾ ഇതിലുണ്ടാകും. അതിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. കേരളത്തിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കേരളത്തിലാണ് ഇതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ കംപ്ലീറ്റ് വിവരങ്ങൾ, യൂണിഫോം പോസ്റ്റാണ്, അപേക്ഷിക്കാൻ മിനിമം ഡിഗ്രിയാണ് വേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിമം ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഡിഗ്രി നിങ്ങൾ പാസ് ഔട്ടായി നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.